കാന്താര ഫസ്റ്റ് പാർട്ടായിക്കോട്ടെ, സെക്കൻഡ് പാർട്ടായിക്കോട്ടെ, ഈ രണ്ടു ചിത്രങ്ങളും കണ്ടവരുടെ ഉള്ളിൽ ഇപ്പോഴും ഉത്തരം കിട്ടാത്ത പല ചോദ്യങ്ങളും ഉണ്ടാകും. അതുപോലെ തന്നെ രണ്ട് സിനിമകളിലും ചില രഹസ്യങ്ങൾ ഒളിച്ചിരിപ്പുണ്ട്. പഞ്ചുരുളി എന്ന വരാഹരൂപം, ഗുളികൻ, അതുപോലെ ആദ്യ ഭാഗത്തിൽ ശിവയുടെ അച്ഛൻ പിന്നെ ശിവ, ഇവർ രണ്ടുപേരും കാട്ടിലെ ഒരു പ്രത്യേക സ്ഥലത്ത് തീഗോളത്താൽ ചുറ്റപ്പെട്ട് അപ്രത്യക്ഷമാകുന്നുണ്ട്. അവരെന്നോട്ടായിരിക്കും പോയത്? ഇതൊക്കെ അറിയാൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണാൻ ശ്രമിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കേണ്ട. രണ്ടു സിനിമകളിലും കാണിക്കുന്നതും എന്നാൽ ആർക്കും തന്നെ മനസ്സിലാക്കാൻ കഴിയാത്തതുമായ ഒരു കഥാപാത്രം അല്ലെങ്കിൽ ഒരു ദൈവസങ്കല്പം ഈ ചിത്രങ്ങളിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. ബ്രഹ്മേ അഥവാ ബ്രഹ്മർ. കാന്താര എന്ന വാക്കിന്റെ അർത്ഥം ദൈവികം നിറഞ്ഞ നിഗൂഢ പ്രദേശം എന്നാണ്. അതായത് ആ കാടാണ് ദൈവ ചൈതന്യം നിറഞ്ഞ നിഗൂഢ സ്ഥലം. പുരാതന കാലത്ത് ദേവഗണങ്ങൾ അല്ലെങ്കിൽ സാക്ഷാൽ പരമശിവന്റെ ഭൂതഗണങ്ങൾ കുടിയിരുന്ന പ്രദേശം. അവിടുത്തെ ജനങ്ങളും അവരാരാധിച്ചു പോരുന്ന ഒരു കല്ലും തമ്മിലുള്ള അഭേദ്യമായ ബന്ധം പാർട്ട് 1 വളരെ വ്യക്തമായി കാണിക്കുന്നുണ്ട്. അത് വെറും ഒരു കല്ലല്ല, അവരുടെ കുലദൈവം കുടികൊള്ളുന്ന ഒരു രഹസ്യം ഒളിഞ്ഞിരിക്കുന്ന കല്ലാണ്. ആ കല്ലിനു പിന്നിൽ നമ്മൾ ആരും തന്നെ മനസ്സിലാക്കാത്ത ഒരു രഹസ്യമുണ്ട്. അത് ഞാനിവിടെ വഴിയേ പറഞ്ഞു തരുന്നുണ്ട്. ആ ഗോത്രത്തിൽ എന്തെങ്കിലും അനർത്ഥങ്ങൾ സംഭവിച്ചാലോ, അല്ലെങ്കിൽ ആ ഗോത്രത്തെ ആരെങ്കിലും ഉന്മൂലനം ചെയ്യാൻ ശ്രമിച്ചാലോ, പരമശിവൻ തൻ്റെ ഭൂതഗണങ്ങളെ അവിടേക്ക് അയക്കും. അങ്ങനെ അയക്കുന്ന ഭൂതഗണങ്ങളാണ് ചിത്രങ്ങളിൽ കാണിക്കുന്ന പഞ്ചുരുളി, ഗുളികൻ എന്നിവർ. കാന്താരയുടെ ആദ്യ ഭാഗത്തിലും രണ്ടാം ഭാഗത്തിലും പഞ്ചുരുളി എന്ന വരാഹരൂപത്തെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പഞ്ചുരുളി തെയ്യത്തെയും. പഞ്ചുരുളിയായ ഞാൻ ക്ഷമിച്ചാലും ഗുളികൻ ക്ഷമിക്കില്ല എന്ന ഡയലോഗും നമുക്ക് കേൾക്കാൻ സാധിക്കും. പഞ്ചുരുളിയെ പറ്റി അറിയാത്തവർക്കായി പഞ്ചുരുളിയുടെ കഥ ചുരുക്കി പറയാം. പണ്ട് സത്യയുഗത്തിൽ ഒരു കാട്ടിൽ ഒരു കാട്ടുപന്നി 5 കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകി. ഒരിക്കൽ അമ്മയോടൊപ്പം കാട്ടിൽ മേഞ്ഞു നടന്നൊരു കുഞ്ഞ് കൂട്ടം തെറ്റി കാട്ടിലൂടെ അലഞ്ഞു നടന്നു. അപ്പോൾ അതുവഴി കടന്നുപോയ പാർവതി ദേവി ആ കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കുകയും അവനെ തനിച്ച് ആ കാട്ടിൽ ഉപേക്ഷിച്ചു പോരാൻ മനസ്സു വരാതെ ദേവി അവനെയും എടുത്ത് കൈലാസത്തിലേക്ക് പോയി. കൈലാസത്തിലെ തോട്ടത്തിൽ അവൻ കളിച്ചു വളർന്നു. വളരും തോറും അവന് നീളമുള്ള കൂർത്ത തേറ്റകൾ വളർന്നു. അവൻ വളർന്ന് ആജാനബാഹുവായി. ഒരു ദിവസം അവൻ കൈലാസത്തിലെ പൂന്തോട്ടവും മറ്റും നശിപ്പിച്ചു. ഈ വാർത്തയറിഞ്ഞ പരമശിവൻ കോപത്താൽ അവനെ വധിച്ചു. ഒടുവിൽ പാർവതി ദേവിയുടെ അഭ്യർത്ഥന മാനിച്ച് അവന് വീണ്ടും ജീവൻ നൽകി തന്റെ ഭൂതഗണങ്ങളിൽ ഒരുവനാക്കി അവൻ ജനിച്ച കാട്ടിലേക്ക് തന്നെ അവനെ അയച്ചു. കാടിനെയും അവിടത്തെ മനുഷ്യരെയും കൃഷിവിളകളെയും സംരക്ഷിക്കാൻ അവനെ കാവലായി നിയോഗിച്ചു. ഇനി ആരാണ് ബ്രഹ്മർ എന്ന് പറയാം. കാന്താര രണ്ടാം ഭാഗത്തിൽ നായകന്റെ മറ്റൊരു പേരാണ് ബ്രഹ്മേ. ബ്രഹ്മേ അഥവാ ബ്രഹ്മർ എന്നത് കർണാടകയിലെ ചില പ്രദേശങ്ങൾ അല്ലെങ്കിൽ തുളുനാട്ടിലും കണ്ണൂരിൻ്റെ ചില ഗ്രാമങ്ങളിലും ആരാധിച്ചു പോരുന്ന ഒരു ദൈവസങ്കല്പമാണ്. തുളുനാട് സൃഷ്ടിച്ചത് ബ്രഹ്മറാണെന്നാണ് ഇവിടത്തുകാർ വിശ്വസിക്കുന്നത്. ബ്രഹ്മർ ഒരു കാവൽ ദൈവമായി തുളുനാടിനെയും അവിടുത്തെ മനുഷ്യരെയും ജീവജാലങ്ങളെയും പ്രകൃതിയെയും ഒരുപോലെ പരിപാലിച്ചു കൊരുന്നു എന്നാണ് വിശ്വാസം. ദൈവസങ്കല്പങ്ങളിൽ വെച്ച് ഏറ്റവും പുരാതനവും ആദ്യ സൃഷ്ടിയുമാണ് ബ്രഹ്മർ എന്നും വിശ്വസിക്കുന്നവരുണ്ട്. പുരാതന കാലത്ത് കല്ലിൻ്റെ രൂപത്തിലായിരുന്നു ബ്രഹ്മറെ ആരാധിച്ചിരുന്നത്. കുതിരപ്പുറത്ത് ഒരു കൈയിൽ കുന്തവും മറുകൈയിൽ നിറയെ വിത്തുകളുള്ള ഒരു പഴവും വഹിച്ചു കാടിനും ഗ്രാമത്തിനും കാവൽ നിൽക്കുന്ന യോദ്ധാവായാണ് തുളുനാട്ടുകാർ ബ്രഹ്മറെ സങ്കല്പിക്കുന്നത്. ദുഷ്ടരെ നിഗ്രഹം ചെയ്ത് ഗ്രാമത്തിൽ
വീണ്ടും ശാന്തിയും സമാധാനവും പുനഃസ്ഥാപിച്ച ശേഷം തങ്ങളുടെ ദൗത്യം പൂർത്തിയാക്കി കാന്താര സിനിമയുടെ ആദ്യ ഭാഗത്ത് ആദ്യം ശിവയുടെ പിതാവും പിന്നെ ശിവയും കാടിനുള്ളിൽ ഒരു പ്രത്യേക സ്ഥലത്ത് തീഗോളത്താൽ ചുറ്റപ്പെട്ട് പിന്നെ അപ്രത്യക്ഷമാകുന്നുണ്ട്. അതുപോലെ പാർട്ട് 2-ലും നായകൻ മറ്റൊരു ലോകത്തേക്ക് പോകുന്നതായി കാണാം. ഇവരൊക്കെ എങ്ങോട്ടാണ് പോയത്? അവർ മടങ്ങിപ്പോയത് അവരുടെ കുലദൈവമായ ബ്രഹ്മരുടെ അടുത്തേക്ക് തന്നെയല്ലേ? അതെ, അങ്ങനെ തന്നെയാണ്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമന്റ് ചെയ്യൂ. അവരുടെ തലമുറയെ ആര് വേട്ടയാടാൻ വന്നാലും അവർ വീണ്ടും പിറവിയെടുക്കും. ബ്രഹ്മർ അഥവാ ആ ഗോത്രവർഗം ആരാധിച്ചു പോന്ന കുലദൈവം അവരുടെ സഹായത്തിനെത്തും. അവർക്ക് തുണയായി പഞ്ചുരുളിയും കൂടെ ഗുളികനും ഉണ്ടാകും.